കേരളത്തിൽ UDF അധികാരത്തിൽ വന്നാൽ തകർച്ചയാണ് ഭാവി എന്ന് എം സ്വരാജ്. കേരളത്തിൽ UDF അധികാരത്തിൽ വന്നാൽ കേരളത്തിന്റെ തകർച്ച അവിടെ ആരംഭിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് പൊന്നാനി മണ്ഡലം LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് MK സക്കീറിന്റെ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2016 മുതൽ നാം ആർജിച്ച പുരോഗതി ഉലച്ചിൽ തട്ടാതെ തുടരണമെങ്കിൽ വീണ്ടും LDF തന്നെ അധികാരത്തിൽ വരണം. വികസന നേട്ടങ്ങൾ ഒരുപാടുണ്ടെങ്കിലും 10 വർഷം നാം ആർജിച്ച പുരോഗതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സമാധാനപരമായി ജീവിക്കാനുള്ള അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടായി എന്നതാണ്. 10 വർഷമായി ഒരു വർഗീയ ലഹള കേരളത്തിൽ ഉണ്ടായിട്ടില്ല. നാടിന്റെ സമാധാനം തകർക്കുന്ന സ്ഥിതിയോ മനുഷ്യൻ തെരുവിൽ കൊല്ലപ്പെടുന്ന ഒരു കേരളമോ ഇന്നില്ല. അതുകൊണ്ടാണ് ഇടതുപക്ഷം കേരളത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമാണെന്ന് പറയുന്നത്. കേരളത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. കേരളത്തിൽ നിന്ന് നോക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾ ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാവും എന്നാണ് നമ്മുടെ ധാരണ. എന്നാൽ രാജ്യത്തിലെ മറ്റ് സംസ്ഥാനങ്ങളുടെ സ്ഥിതി വളരെ മോശമാണ്. ഇന്ത്യയിൽ മറ്റൊരു ജീവിതം സാധ്യമാകുന്ന ഒരു തുരുത്ത് കേരളം മാത്രമാണ്. ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് എന്ന പട്ടിണി രാജ്യങ്ങളുടെ പട്ടികയിൽ 123 രാജ്യങ്ങളിൽ 102ാമത്തെ രാജ്യം ഇന്ത്യയാണ്. വെള്ളം മാത്രം കുടിച്ചു ജീവിക്കുന്ന അനേകം ജനങ്ങളുണ്ട്. എന്നാൽ പട്ടിണി മരണം സംഭവിക്കാത്ത ഒരേ ഒരു നാടായി കേരളം മാറി. നിലവിൽ പട്ടിണി ഒരു വാക്ക് മാത്രമാണ്, അനുഭവമല്ല. സമീപകാലത്ത് ഒന്നും അറിവിൽപ്പെട്ടവർ പട്ടിണി കിടക്കേണ്ട സ്ഥിതി ഉണ്ടായിട്ടില്ല. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ക്ഷയരോഗവും കുഷ്ഠരോഗവും ചേരിയിൽ ജീവിക്കുന്ന മനുഷ്യരും ഉള്ളത് ഇന്ത്യയിൽ ആണെന്നത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒന്നല്ല. കേരളത്തിന്റെ സ്ഥിതി മറിച്ചാണ്. അഭിമാനകരമായ നേട്ടമാണ് കേരളത്തിൽ 10 വർഷമായി ഉണ്ടായത്. ഈ മികവിനെ പാതിവഴിയിൽ തകർത്തു കളയണമോ എന്ന് ചിന്തിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. 2016 LDF അധികാരത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ സ്ഥിതി വളരെ മോശമാകുമായിരുന്നു. ലാഭകരമല്ലാത്ത 40% സർക്കാർ സ്കൂളുകളാണ് അടച്ചുപൂട്ടുവാൻ ആ കാലയളവിൽ ഉമ്മൻചാണ്ടി സർക്കാർ തീരുമാനിച്ചിരുന്നത്. നമ്മുടെ അടുത്ത സംസ്ഥാനമായ കർണാടകയിൽ പോലും ഇതുതന്നെയാണ് സാഹചര്യം. എന്നാൽ 10 വർഷമായി കേരളത്തിൽ ഒരു സ്കൂൾ പോലും അടച്ചുപൂട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, എല്ലാ സ്കൂളുകളും ഹൈടെക് ആക്കി മാറ്റുകയും ചെയ്തു. PSC വഴി 100 കണക്കിന് പേർക്ക് ജോലി ലഭിക്കുമ്പോൾ അതിൽ 60 പേർ കേരളത്തിൽ നിന്നുള്ളവരാണ്. ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും കേരളത്തെ പോലെ വ്യവസ്ഥായവിധമായി നിയമനം നൽകുന്നില്ല. എല്ലാം കരാർ നിയമനങ്ങളാണ്. പെൻഷൻ ഇല്ല, മറ്റ് ആനുകൂല്യങ്ങൾ ഇല്ല. UDF അധികാരത്തിൽ വന്നാൽ PSC നിയമനങ്ങൾ ഇല്ലാതെയാകും, പെൻഷൻ മുടങ്ങും, പാഠപുസ്തകങ്ങൾ ലഭിക്കില്ല. ആ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ നടന്നു നീങ്ങണോ എന്ന് കേരളം ചിന്തിക്കേണ്ടതുണ്ടെന്നും എം സ്വരാജ് പറഞ്ഞു. UDF എന്നെങ്കിലും അധികാരത്തിൽ വന്നാൽ അന്ന് കേരളത്തിന്റെ സമാധാനം തകർന്നു എന്ന് കരുതിയാൽ മതി. എന്നാൽ 10 കൊല്ലമായി നിങ്ങൾ നോക്കൂ, ശാന്തസുന്ദര കേരളം പഴയ വേദനിപ്പിക്കുന്ന ഓർമ്മകളുടെ മുറിവുകളെല്ലാം ഉണക്കി 10 കൊല്ലമായി സമാധാനം, സാഹോദര്യം, വർഗീയവാദികൾ ഉറഞ്ഞു തുള്ളാത്ത കേരളം, ഒരു വർഗീയ സംഘർഷവുമില്ല. ഈ നാടിന്റെ സമാധാനം തകരാതെ നിലനിൽക്കണ്ടേ എന്നതാണ് ചോദ്യം. അതാണ് പരമപ്രധാനം. അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വിജയിച്ചു വരിക എന്നത് കേരളത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമാണ്. നവകേരള എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ അനിവാര്യമാണ്. അതിന് പൊന്നാനിയിൽ നമ്മുടെ പ്രതിനിധിയായി വിധി തേടുന്നത് നിങ്ങളുടെ മുൻപാകെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യവുമില്ല, പ്രിയപ്പെട്ട സഖാവ് സക്കീറാണ്. സക്കീറിന്റെ പ്രത്യേകത ഏറ്റവും ഗൗരവതരമാർന്ന ചുമതലകൾ, ഭരണഘടനാ പദവികൾ, പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാൻ, വഖഫ് ബോർഡിന്റെ സാരഥി, ഇത്തരം സുപ്രധാനമായ ചുമതലകൾ അലങ്കരിക്കുന്ന സമയത്ത് എതിരാളികൾ പോലും ഒരാരോപണം ഉന്നയിച്ചിട്ടുണ്ടോ? പൊന്നാനിയിലെ കോൺഗ്രസ് ഉന്നയിച്ചിട്ടുണ്ടോ? ഇല്ല. ആരും ഒരാരോപണവും ഉന്നയിച്ചിട്ടില്ല. സ്ഫടിക സമാനമായ സുതാര്യതയോടെ എങ്ങനെയായിരിക്കണം ഉന്നത ചുമതലകൾ നിർവഹിക്കേണ്ടതെന്നതിന് എക്കാലത്തെയും മാതൃക സൃഷ്ടിച്ചു. കറപുരളാത്ത വ്യക്തിത്വം. നമ്മുടെ കാലത്ത് ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയായിരിക്കണം എന്ന ചോദ്യത്തിന് ധൈര്യത്തോടെ മറുപടി നൽകാൻ കഴിയുന്ന പേരാണ് അഡ്വക്കേറ്റ് MK സക്കീർ എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇന്ത്യ കൂട്ടായ്മയുടെ ബീഹാറിലെ നേതാവ് തേജസ്വിനി യാദവ് കേരളത്തിൽ എത്തിയത് LDFന് വേണ്ടി വോട്ട് ചോദിക്കാനാണ്.
സംഘപരിവാറിനെതിരെ ഫാസിസ്റ്റ് നിലപാടുകൾ സ്വീകരിക്കുന്ന ഏക രാഷ്ട്രീയ കക്ഷി ഇടതുപക്ഷമാണ് എന്നതുകൊണ്ടാണ് അദ്ദേഹം കേരളത്തിലെത്തി LDFന് വേണ്ടി പ്രചാരണം നടത്തുന്നത്. 2.5 കോടി വിദേശികളാണ് 2025 മാത്രം കേരളത്തിൽ സന്ദർശനം നടത്തിയത്. ടൂറിസ്റ്റുകൾ ആയിട്ടാണ് കുറച്ചുപേർ വന്നതെങ്കിലും കുറച്ചുപേർ വന്നത് ലോകോത്തര നിലവാരമുള്ള ഒരു സംസ്ഥാനം ഇന്ത്യയിൽ എങ്ങനെയുണ്ടായി എന്ന സാഹചര്യം മനസ്സിലാക്കാനാണ്. ആരോഗ്യ പരിപാലനത്തിനും മാതൃമരണ ശിശുമരണ നിരക്ക് കുറയ്ക്കുന്നതിലും കേരളം ആർജിച്ചിട്ടുള്ള നേട്ടം ലോകത്തെ വിസ്മയിപ്പിക്കുന്നതാണ്. LDF അധികാരത്തിൽ വന്നാൽ വൻകിട വ്യവസായ പദ്ധതികൾ നടക്കില്ല, പെൻഷൻ പോലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കും എന്നതായിരുന്നു പഴയ ധാരണ. എന്നാൽ സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ ആശ്വാസമേകി പെൻഷൻ, ലൈഫ് മിഷൻ, സ്ത്രീ സുരക്ഷാ പെൻഷൻ തുടങ്ങിയ പദ്ധതികൾ ആരംഭിക്കുന്നതോടൊപ്പം വൻകിട വികസന പദ്ധതികളും കേരളത്തിൽ നേട്ടങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചു. ഏറ്റവും സാധാരണമായ 5 ലക്ഷം പേർക്ക് വീട് നൽകാനും 5 ലക്ഷം പട്ടയം വിൽക്കാനും കേരളത്തിലെ LDF സർക്കാരിന് ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞു. 3000 രൂപ പെൻഷൻ നൽകാമെന്നാണ് ഇപ്പോൾ UDF വാഗ്ദാനം. എന്നാൽ കോൺഗ്രസ് ഭരിക്കുന്ന തെലുങ്കാനയിൽ എന്തുകൊണ്ട് നൽകുന്നില്ല എന്നത് കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കണം. കോൺഗ്രസ് ഭരിക്കുന്ന തെലുങ്കാനയിൽ 25 മാസമാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ കുടിശ്ശിക. അധികാരത്തിലേറാൻ പറയുന്ന വാക്കുകൾ പാലിക്കാത്തവരായി കോൺഗ്രസ് മാറിയെന്നും സ്വരാജ് പറഞ്ഞു. ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയിരിക്കണം എന്നതിന് ധൈര്യത്തോടെ ഉത്തരം പറയാൻ പറ്റുന്ന പേരാണ് അഡ്വക്കേറ്റ് MK സക്കീർ. കറപുരളാത്ത വ്യക്തിത്വം അഡ്വക്കേറ്റ് MK സക്കീറിനെ വിജയിപ്പിച്ചതിന്റെ പേരിൽ നിങ്ങൾക്ക് ഒരിക്കലും തലകുനിക്കേണ്ടി വരില്ല എന്നത് മാത്രമല്ല, അഡ്വക്കേറ്റ് MK സക്കീറിന് വോട്ട് ചെയ്തവരാണെന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയും. അതാണ് ഗ്യാരണ്ടിയെന്നും സ്വരാജ് പറഞ്ഞു. ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ്. മറ്റു ചിലത് കവിത പോലെ ഹൃദയം, ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ, കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ. അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ, നിലപാടുകളെ, അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത്. എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.